നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തായാലും നമ്മുടെ വിപ്ലവ സൂര്യൻ, എരിഞ്ഞിടങ്ങാത്ത കനൽ, VS അച്യുതാനന്ദൻ്റെ 1-ാം വാർഷികം അടുക്കുന്നത് നോക്കി VS വളർത്തിക്കൊണ്ടുവന്ന അതേ പാർട്ടി തന്നെ VSനെ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് കൊണ്ട് എത്തിക്കരുതായിരുന്നു. VSൻ്റെ പേരിൽ വരുന്ന VSൻ്റെ പേരിനോടൊപ്പം അല്ലെ VSൻ്റെ പേരിൽ വന്ന ഒരു ലേഖനം, VSൻ്റെ 1-ാം വാർഷിക ഓർമ്മക്കുറിപ്പ് KV സുധാകരൻ്റെ, അതിനോടൊപ്പം മറ്റൊരു വാർത്തയും മറ്റൊരു ഫീച്ചറും പ്രസിദ്ധീകരിക്കാൻ പാടില്ല, CPM-മായി ബന്ധപ്പെട്ട ഒരു ഗതകാല സ്മരണകളും ഒരു മുന്നറിയിപ്പുകളും ഒന്നും അത്തരമൊരു ഫീച്ചർ ഉണ്ടാകരുത് എന്നൊക്കെ ഇങ്ങനെ പുറത്തൊരു നിർബന്ധം പിടിച്ചതാണ്. പാർട്ടി പത്രം തന്നെയാണ്, പക്ഷേ പത്രാധിപരുടെ, എഡിറ്ററുടെ, വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്ററുടെയൊക്കെ തീരുമാനം, അതിന് എഡിറ്ററുടെ ഫ്രീഡം ഓഫ് ദി ജേർണലിസ്റ്റ് അത് വിട്ടുകൊടുക്കുകയല്ല വേണ്ടിയിരുന്നത്. ഇത് അനാവശ്യമായിട്ട് മൂരാച്ചി സ്വഭാവം കാണിച്ചു. ഒടുവിലിപ്പോൾ എന്തായി? ആപ്പാടെ മാറി. അതെ, ഒരു കള്ളൻ വിജയൻ, ധന്യ നാടകഗ്രാമം, മുത്തത്തിപ്പാറ PO, അതായിരുന്നു TC രാജേഷ് എന്ന ആ മാധ്യമപ്രവർത്തകൻ എഴുതിയ ആ ലേഖനം അല്ലേ? അതിൽ ഫീച്ചർ, അതിലെന്താണ്? ആ ഒരു ലേഖനമല്ല, ഒരു കഥയാണ് അല്ലേ? അല്ല, ഒരു വ്യക്തിയെ കുറിച്ചുള്ള സ്പെഷ്യൽ സ്റ്റോറി നമ്മൾ സ്പെഷ്യൽ സ്റ്റോറി എന്ന് പറയും. അല്ല, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഋഷഭാവ, പിന്നെ പരപ്പൻകൂടി മുരളിയുണ്ട്, എന്നാ പിന്നെ അദ്ദേഹത്തിനെ അപമാനിക്കുന്നു പറയില്ലേ? അദ്ദേഹത്തിൻ്റെ സംഘചേതന അല്ലേ? ഋഷഭാവ, നടൻ ഋഷഭാവയുണ്ട്, സായികുമാറിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് അതൊന്നും അല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഈ പിണറായി സ്ഥിരമായിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയപ്പെടണ്ട. പക്ഷെ മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയപ്പെടണം. എന്നാൽ ഈ മടിയിലിരിക്കുന്ന ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും എന്നുള്ളതാണല്ലോ ഭയം. അപ്പം അതുപോലെ ഇവിടെ ഈ മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടേണ്ട എന്നാണ് ശരിക്കും. അതെ, പക്ഷെ മടിയിൽ കനമുള്ളവൻ ഭയപ്പെടണം. അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ. അതെ. അപ്പോൾ ഇവിടെ അതുപോലെയാണ് ഇവിടെ. അതായത് കിണ്ണം കെട്ടവൻ്റെ തലയിൽ പൂടയുണ്ട് എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഈ അവിടെ നിന്ന ആൾക്കാരെല്ലാവരും തപ്പി നോക്കി തലയിൽ, എൻ്റെ തലയിൽ പൂടയുണ്ടോ? ഇവിടെ അതുപോലെയാണ്. ഈ എന്നുള്ള പേര് പറഞ്ഞാൽ അത് പിണറായിയെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഭയം പാർട്ടിക്കുള്ളിലുണ്ട്. പിണറായിക്ക് മാത്രമല്ല, പിണറായിയുടെ കുടുംബത്തിന് മാത്രമല്ല, പിണറായിയുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമല്ല, പാർട്ടിയിൽ തന്നെ അതുണ്ട്. മുൻ CPM മുൻ LDF കൺവീനർ വിജയരാഘവനെ രാഘവൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അല്ല, വിജയരാഘവൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ആ വിജയന്റെ കൂടെ ഒരു രാഘവനും കൂടി ഇല്ലേ? ഇവിടെ അങ്ങനെയല്ല, ഇത് വിജയൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ പിണറായി, ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഈ കള്ളൻ വിജയൻ തമ്മിൽ എന്താണ് ബന്ധം? അല്ല, ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്നത് തന്നെ ഒരാളിന് ഒരു നാടകത്തിൽ കള്ളൻ എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ കിട്ടിയ പേരാണ്. കള്ളൻ വിജയൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. അല്ല, നമ്മളിപ്പോൾ പിന്നെ അങ്ങനെ പല ഈ എന്താ പറയുക, പല നടന്മാരെയും അവർ ചെയ്ത് പിന്നെ പ്രശസ്തമാക്കിയ കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന നടന്മാർ നമുക്കുണ്ട്. ഇപ്പോൾ പണ്ട് തിരുവനന്തപുരത്ത് പിന്നെ കോളേജിൽ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യമാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് ഷേക്സ്പിയർ കൃഷ്ണപിള്ള. ഈ ഷേക്സ്പിയർ നാടകങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അത്ര മിടുക്കനായിരുന്നു അദ്ദേഹം. അത് അഭിനയിച്ച് കാണിച്ച് പഠിപ്പിക്കും. ആ ഷേക്സ്പിയറിൻ്റെ വാചകങ്ങൾ ഒക്കെ, ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങൾ പറയുന്ന വാചകങ്ങളൊക്കെ അദ്ദേഹം അവിടെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു എന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നോട് എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഷേക്സ്പിയർ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ അന്ന് വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. ഇവിടെ അതുപോലെ ഈ കള്ളൻ വിജയൻ, നമുക്കൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കള്ളൻ പവിത്രൻ അല്ലേ? പവിത്രന്മാരെല്ലാം കള്ളന്മാരാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ആ പവിത്രൻ എന്നെക്കുറിച്ചാണോ എന്ന് ഏതെങ്കിലും ഒരു പവിത്രൻ ഇതുവരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. എന്നെ കള്ളനാക്കി. എത്രമാത്രം വിജയന്മാരെ പരിചയമുണ്ട്. നമ്മുടെ ADGP IG വിജയൻ സാറ്, പിന്നെ ഫുട്ബോൾ താരം IM വിജയൻ, പിന്നെ നടൻ വിജയരാഘവൻ,
അല്ലേ? പിന്നെ ടെക്നോപാർക്കിലെ ജിടെക്കിന്റെ പഴയ ടെക്നോപാർക്കിന്റെ സ്ഥാപകരിൽ ഒരാളായ വിജയരാഘവൻ സാറ്, അങ്ങനെ എത്ര അല്ല, അങ്ങനെ ഈ വിജയൻ എന്ന് പേരുള്ള ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞതുപോലെ തലയിൽ പൂടയുണ്ടോ എന്ന് തപ്പി നോക്കുന്ന ഒരു അതായത് മടിയിൽ കനമുണ്ട്, അങ്ങനെ മടിയിൽ കനമുള്ളവരാണ് ഈ തലയിലെ പൂട തപ്പി പോകുന്നത്. ഇവിടെ അതാണ് വിഷയം. അത് അങ്ങനെ ഒരു ഉപമ, ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇപ്പോൾ നമ്മൾ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ, ചന്ദ്രനെ പോലെ രാജാവിൻ്റെ മുഖവും തിളങ്ങുകയാണ്, അല്ലെങ്കിൽ രാജാവിൻ്റെ മുഖം പോലെ ചന്ദ്രനും തിളങ്ങുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയാണ് ഇവിടെ. വിജയൻ എന്ന ആരെക്കുറിച്ച് പറഞ്ഞാലും ഇവിടെ അതിനൊരു ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഇപ്പുറത്ത് വി എസിനെ കുറിച്ച് ഒരു അനുസ്മരണം വരുന്നു. വി എസിൻ്റെ 1-ാം വാർഷികത്തിൽ ഒരു വലിയ അനുസ്മരണം വരുന്നു. ആ ലക്കത്തിൽ അപ്പോൾ ആ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വാരാദ്യ പതിപ്പിൽ സൺഡേ സപ്ലിമെന്റ് അതിൻ്റെ അവസാന പേജിൽ, പൊതുവേ വാരാന്ത്യത്തിൻ്റെ എല്ലാ അവസാന പേജ്, എല്ലാ പത്രങ്ങളുടെയും അവസാന പേജ് 4 പേജ് ഉണ്ടാവും. അതിൽ അവസാന പേജ് സിനിമ, നാടകം, കല, സാഹിത്യം, പുതിയ പുസ്തകങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനൊരു ഫീച്ചർ വന്നു. അപ്പോൾ ഈ വാരാദ്യത്തിന് എല്ലാ പത്രങ്ങൾക്കും വാരാദ്യം നോക്കാൻ വേണ്ടിയിട്ടൊരു ന്യൂസ് എഡിറ്റർ കാണും. ആ ന്യൂസ് എഡിറ്ററുടെ ചുമതലയാണ് വാരാദ്യത്തിൽ എന്തൊക്കെ വരണം. അദ്ദേഹം ആ ഒരാഴ്ച കൊണ്ട് അതിലേക്ക് ഏറ്റവും നല്ല മനോഹരമായ ഒരു ലേഖനങ്ങൾ, സ്റ്റോറികൾ, ഫീച്ചറുകൾ ഒക്കെ, ഒരു വാർത്താധിഷ്ഠിത ഫീച്ചറുകൾ, വാർത്താധിഷ്ഠിത വിശകലനങ്ങൾ ഒക്കെ വരുന്നൊരു കാര്യമായിരിക്കും. വ്യക്തികളെ കുറിച്ചായിരിക്കാം, സ്പെഷ്യൽ സ്റ്റോറികളാണ്. അല്ലാതെ അത് നമ്മുടെ സാധാരണ പത്രം ഇറങ്ങുന്നത് പോലെ അല്ല. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ വാരാന്ത്യ പതിപ്പ് ചെയ്യുന്ന പിന്നെ ന്യൂസ് എഡിറ്റർ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ തികഞ്ഞ അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ആളായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ദേശാഭിമാനിയുടെ ന്യൂസ് എഡിറ്റർ KR അജയൻ, അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരം യാത്രകൾ പോകുന്ന, യാത്രാ വിവരണങ്ങൾ എഴുതുന്ന നിരവധി പുസ്തകങ്ങൾ, മറ്റ് സാഹിത്യ മേഖലയിൽ മറ്റു പല മേഖലകളിലും കൈവച്ച പ്രണയം ഉൾപ്പെടെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. നല്ല അന്തസ്സുള്ള ഒരു മാധ്യമ, നന്നായിട്ട് എഴുതാൻ അറിയാം, സഹൃദയനാണ്, എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നതിലുപരി ഒരു നല്ല സാഹിത്യകാരൻ കൂടിയായ ആളാണ്. നല്ല പത്രപ്രവർത്തകൻ, രാഷ്ട്രീയ ഗോഗോവിളിയൊന്നും ഇല്ലാത്ത വശമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പലർക്കും വളരെയധികം ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടോ അങ്ങനെ ഒന്നും പ്രവർത്തിക്കുന്ന ആളല്ല. എന്നാൽ തൻ്റെ ജോലി സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആളാണ് താനും. അപ്പോൾ ഇവിടെ വി എസിൻ്റെ അനുസ്മരണം വരണം എന്ന് എല്ലാവരെയും പോലെ അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പാർട്ടിയും പത്രവും പത്ര മാനേജ്മെൻറ്റും ഒക്കെ ചേർന്നായിരിക്കും അങ്ങനെ തീരുമാനിച്ചത്, അല്ലാതെ ഒരു തീരുമാനം വരില്ല. അപ്പോൾ അത് KV സുധാകരൻ എന്ന് പറയുന്ന മറ്റൊരു പത്രപ്രവർത്തകൻ, വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നയാൾ, ആലപ്പുഴയിൽ നിരവധി കാലം ദേശാഭിമാനിയിൽ ജോലി ചെയ്ത ആൾ, അങ്ങനെയൊക്കെയുള്ള ആൾ ഈ വി എസിനെ കുറിച്ചൊരു അനുസ്മരണം എഴുതുന്നു. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നു. അതിവിടെ വരുന്നു. അത് നന്നായിട്ട് ലേ ഔട്ട് ചെയ്യുന്നു. വളരെ ഭംഗിയോടുകൂടി വി എസിന് അർഹിക്കുന്ന ആ ആദരവ് നൽകിക്കൊണ്ട് അത് വാരാന്ത്യ പതിപ്പ് തയ്യാറാകുന്നു. അതിനകത്താണ് ഈ 4-ാം പേജിൽ ഇത് വന്നത്. അവിടെ ഈ കള്ളൻ വിജയൻ എന്നൊരു പേരിൽ ഒരു ഫീച്ചർ വന്നപ്പോൾ അതിനകത്തൊരു കുഴപ്പം കണ്ട് അതെന്നെക്കുറിച്ചാണോ എന്ന് ഒരാൾ സംശയിച്ചാൽ നമുക്ക് ഇത് അതുവരെ കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ ലേ ഔട്ടൊക്കെ എടുത്ത് പ്രിന്റിംഗ് പ്രസ്സിലേക്ക് പോകുന്നു. 1-ാം പേജിലാണ് വി എസ്, മറ്റേ 2-ാം പേജിൽ വേറെ വാർത്തകൾ, 3-ാം പേജിൽ വേറെ വാർത്ത, 4-ാം പേജാണ് സിനിമ. പക്ഷേ ഈ 1-ാം പേജും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 1, 2, 3, 4 ആണല്ലോ. അതെ, ഇത് പത്രം പ്രിന്റ് ചെയ്തിട്ട് പ്രസ്സിൽ എന്തോ ആദ്യത്തെ കോപ്പി എന്തോ അടിച്ചിട്ട് ഈ പത്രം
ഒരാൾ വായിക്കാൻ നോക്കും ഉം. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ഇനി പിന്നിൽ നിന്നൊരു ഒരു കാഴ്ച, ഒരു നാരദ മുനി പോലത്തെ ഒരു കക്ഷി പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ ഈ 1-ാം പേജും ഈ 4-ാം പേജും ഇവിടെ ഈ 1-ാം പേജും 4-ാം പേജും ഇദ്ദേഹം 2-3 പേജാണ് ഇദ്ദേഹം വായിക്കുന്നത്. അപ്പൊ ഈ 1-ാം പേജും 4-ാം പേജും ഒരുമിച്ച്. അപ്പൊ ഇവിടെ കള്ളം വിജയൻ, ഇവിടെ മറ്റേ കടലിരുമ്പം അല്ലേ. നോക്കിയപ്പോ അയാൾ ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ അയാൾ അതിനെ അങ്ങനെയാണ് വിഷയം ആരംഭിക്കുന്നത്. എടുത്തൊരു ചാനലിന് അപ്പൊ തന്നെ അങ്ങ് അയച്ചു കൊടുത്തു. അല്ല അവിടെ കംപ്ലൈന്റ് ചെയ്യോ സ്റ്റോപ്പ് മെമ്മോ അടിക്കുകയോ ചെയ്തല്ല, അപ്പൊ തന്നെ ഈ സാധനം അയച്ചു കൊടുത്തിട്ട് ഇതൊരു വിഷയമാക്കി. നോക്കിയപ്പോൾ കള്ളം വിജയൻ VS നോക്കിയപ്പോ പുള്ളിയുടെ മനസ്സിൽ ഇപ്പൊ പുള്ളി ഒരു ഇതൊക്കെ പുള്ളിയുടെ മനസ്സിൽ ഇതൊക്കെ ഓടിപ്പോയി, റീല് പോലെ ഓടിക്കാണും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇതാണ് സംഭവിച്ചത്. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉടനെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കി അത് പിണറായിയെക്കുറിച്ചാണ് എന്ന് തെറ്റിദ്ധരിക്കും, അത് ട്രോളുകൾക്ക് കാരണമാകും. ആണെങ്കിൽ എന്താ, ഇതുപോലെയാണ് അത് പിണറായിയെക്കുറിച്ചല്ലല്ലോ, വേറൊരു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ കുറിച്ചല്ലല്ലോ, അത് വേറൊരു നടനായ ഒരു നാടക ഗ്രാമമുണ്ടാക്കിയ ഒരാളിനെ കുറിച്ചാണ്. ഇത് വായിച്ചു നോക്കുന്നില്ലല്ലോ. അല്ല അവര് പോലും ഈ വിവാദം ഉണ്ടാക്കിയവർ പോലും വിവാദമുണ്ടാക്കിയവർക്ക് ഇതിന്റെ സത്യമൊക്കെ അറിയാം. പക്ഷെ അവർ അത് മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, CPM-ലെ വിഭാഗീയത പുതിയ തലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ VS-ഉം പിണറായിയും തമ്മിലായിരുന്നു വിഭാഗീയതെങ്കിൽ ആ വിഭാഗീയത എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഒരു വശത്ത് അടിയുറച്ച മാർക്സിസം, അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ, മറുവശത്ത് മാർക്സിസത്തെയും കമ്മ്യൂണിസത്തെയും നവമുതലാളിത്തത്തിൻ്റെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ഒരു പ്രവണത, ഇത് രണ്ടും തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടിയത്. അതുകൊണ്ടാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായരെ പോലെയുള്ളവർ പിണറായി വിജയനെ മുതലാളിത്തത്തിൻ്റെ ദത്തുപുത്രൻ എന്ന് ആക്ഷേപിച്ചത്. VS ഉൾപ്പെടെയുള്ളവർ അത് ഏറ്റുപാടിയില്ലേ? ഇത് ആ ഒരു ഏറ്റുമുട്ടൽ അവിടെ നടന്നിരിക്കുന്ന VS പിണറായി പോരെന്ന് പറയുന്നത് ആശയപരമാണ്. ഒരാൾ ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റേയാൾ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് അവിടെ ഉയർന്നത്. ഈ KV സുധാകരൻ്റെ, പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതില്ലേ, KV സുധാകരൻ്റെ ഈ ലേഖനത്തിൻ്റെ കടലിരമ്പുമ്പോൾ എന്നുള്ളത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിവാദം ഉണ്ടാക്കിയ അപ്പുറത്ത് നിന്നയാൾ 1-ാം പേജും 4-ാം പേജും കണ്ടു ഞെട്ടി. അതാ ഞാൻ പറഞ്ഞത്, പുള്ളിയുടെ മനസ്സിൽ ഇതൊക്കെ കടന്നുപോയി കാണും. അതെ. അല്ല, ഈ കടലിനും ഇവിടെ ഒരു ഞാൻ തിരിച്ചു പറയുകയാണ്, ഈ കള്ളൻ വിജയൻ അവിടെ ഇരിക്കട്ടെ, ഈ മുഴങ്ങുന്നിപ്പോഴും കടലിരമ്പം എന്ന് പറയുന്നത് പിണറായിക്കുള്ള ഒരു താക്കീതാണ് എന്ന് ഞാൻ പറഞ്ഞാലോ? ഞാനത് വിശദീകരിക്കാം, അതിന്റെ ന്യായീകരണം കൂടെ. ഈ വ്യക്തിക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കാണുമെന്നാണ് ഞാൻ പറയുന്നത്. കണ്ടുപിടിച്ചത് അതെനിക്കറിയില്ല. പക്ഷേ ഞാനൊരു വിവാദം അവിടെ പറയാം. അത് തന്നെ ഞാൻ പറഞ്ഞു. അതായത് പണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് പാർട്ടിയുടെ ഇത് സമ്മേളനം സമാപിച്ചപ്പോൾ അന്ന് അതായത് പിണറായി വിജയൻ്റെ നവകേരള യാത്ര അങ്ങനെ എന്തോ ആയിരുന്നു. ആ യാത്ര 2009 തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ആ യാത്രയിൽ ഉടനീളം പിണറായി വിജയനും മാധ്യമങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. മാധ്യമങ്ങൾ VS-ന് വേണ്ടിയും പിണറായി വിജയൻ പാർട്ടിക്ക് വേണ്ടിയും എന്ന മട്ടിലായിരുന്നു അന്നത്തെ ആ കൊണ്ടും കൊടുത്തുമുള്ള യാത്ര, പോക്ക്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓരോ ദിവസവും വൈകിട്ട് പത്രസമ്മേളനം നടക്കുമ്പോൾ പിണറായി വിജയൻ പേരെടുത്ത് പറഞ്ഞ് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. നിങ്ങളേത് പത്രത്തിൽ നിന്ന്? മംഗളം, കൊള്ളാം, നിങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു കൊലച്ചിരിയുമൊക്കെ ആയിട്ട് പിണറായി വിജയൻ മാധ്യമങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് VS ഈ പിണറായി പാർട്ടിക്കൊപ്പം ഇല്ല മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ച അജണ്ട. അങ്ങനെ VS ഇതിൽ പങ്കെടുക്കില്ല, നവകേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുവരെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു. VS പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പറഞ്ഞു. അപ്പം അന്ന് പ്രകാശ് കാരാട്ടനോട് ചോദിക്കുന്നുണ്ട്, ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ്, എവിടെ VS, എവിടെ? യാത്രയിലെങ്ങും VS ഇല്ലല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, പക്ഷെ VS പാർട്ടിക്കൊപ്പം ഇല്ലല്ലോ എന്നായിരുന്നു. അപ്പോൾ അന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞ മറുപടി, VS വരും, സമാപന സമ്മേളനത്തിൽ VS പങ്കെടുക്കും.
അദ്ദേഹം വി എസിനോട് നിർദ്ദേശിച്ചു പങ്കെടുക്കണം. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് വി എസ് പങ്കെടുത്തു. അന്ന് ആ വി എസിനെ അവിടെ ഇരുത്തിക്കൊണ്ട് പിണറായി ഒരു അടിയടിച്ചു. അന്ന് മാധ്യമങ്ങൾ മുഴുവനും അത് വലിയ ചർച്ചയാക്കി. അത് ഈ ഒരു കുട്ടിയും ബക്കറ്റിലെ തിരയും അതായിരുന്നു വിഷയം. അപ്പോൾ കടലിങ്ങനെ തിരമാലകളിങ്ങനെ ആർത്ത് ഒരു കുട്ടി കടൽ കാണാൻ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് കടലിലെ ഈ തിരമാലകളിങ്ങനെ ആർത്തലച്ച് വരുന്നത് വലിയ രസകരമായിട്ട് തോന്നി. പിണറായി വളരെ തന്മയത്വത്തോടു കൂടിയാണ് ആ കഥ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞ പിണറായി ഇന്നെങ്കിലും തിരിച്ചറിയണം, ഡയലറ്റിക്കൽ മെറ്റീരിയലിസം അല്ല. ഈ പ്രപഞ്ചത്തിന് മറ്റൊരു താളമുണ്ട്, മറ്റൊരു തിര ഇവിടെ അടിക്കുന്നുണ്ട്, അത് കർമ്മഫലമാണ്. കൊടുത്താൽ അത് കൊല്ലത്ത് മാത്രമല്ല ഏത് ബക്കറ്റിലും കിട്ടും എന്നൊരു തിരിച്ചറിവ് സാക്ഷാൽ പിണറായി വിജയൻ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇരിക്കട്ടെ, നമ്മളിതൊക്കെ പറയാൻ ആര് എന്നായിരിക്കും ഇവർ ചോദിക്കുന്നത്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഈ കടൽ കണ്ട ആവേശത്തിൽ കുട്ടി തിരമാല ഇങ്ങനെ ആർത്തലച്ച് വരുന്നു, അത് കുട്ടിക്ക് വലിയ രസകരമായി തോന്നി. അപ്പോൾ കുട്ടി ചെന്നിട്ട് ഒരു ബക്കറ്റിൽ കടൽ വെള്ളം കോരിയെടുത്തു. എന്നിട്ടത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് അനങ്ങുന്നില്ല. അപ്പോൾ കുട്ടി ആ ബക്കറ്റിലെ വെള്ളത്തിനോട് ചോദിച്ചു, എവിടെ നീ എവിടെ തിരമാല എവിടെ? ആർത്തലയ്ക്കുന്നില്ലല്ലോ. നീ ആ കടലിൽ വെച്ച് ആർത്തലച്ചു കൊണ്ടിരുന്ന അതേ വെള്ളമാണ് ഞാൻ ഇങ്ങ് കോരിക്കൊണ്ടുവന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് ആർത്തലയ്ക്കുന്നില്ലല്ലോ, അത് തിരമാല അലയടിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ബക്കറ്റിലെ വെള്ളം കുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഈ ബക്കറ്റിനുള്ളിൽ കിടന്ന് അലയടിക്കാൻ കഴിയില്ല, എനിക്ക് തിരമാലയാകാൻ കഴിയില്ല. മറിച്ച് എനിക്ക് ആ കടലിനോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് തിരമാലയാകാൻ കഴിയുള്ളൂ, എനിക്ക് ആർത്തലയ്ക്കാൻ കഴിയുള്ളൂ, എനിക്ക് അലയടിക്കാൻ കഴിയുള്ളൂ എന്നാണ് അന്ന്. അപ്പം അതിലൂടെ പിണറായി വിജയൻ പറഞ്ഞത് വി എസ് ഇങ്ങനെ ഒറ്റയാനായിട്ട് നിൽക്കുന്നത് ശരിയല്ല, പാർട്ടിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. പാർട്ടിക്കൊപ്പം നിൽക്കുന്ന വി എസിന് മാത്രമേ അലയടിക്കാൻ കഴിയുള്ളൂ, തിരമാല പോലെ ആർത്തലച്ച് വരാൻ കഴിയുള്ളൂ എന്നാണ് പിണറായി പറഞ്ഞത്. അത് വി എസിന് മാത്രമുള്ള ഒരു ആഖ്യാനമല്ല, അത് പാർട്ടിക്കാരോടും ഉള്ളതാണ്. നിങ്ങൾ ഈ പാർട്ടിക്കൊപ്പം നിന്നോ അല്ല പാർട്ടിയിൽ നിന്ന് വിരുദ്ധമായി പോയാൽ, ഒറ്റയാനായ വി എസിനോടൊപ്പം നിന്നാൽ നിങ്ങൾക്കൊരു ചുക്കുമാകാൻ കഴിയില്ല എന്നുകൂടിയാണ് പിണറായി അന്ന് പറയാതെ പറഞ്ഞു വെച്ചത്. പക്ഷെ അതിന് പിണറായി വി എസ് അതിന് നല്ലൊരു മറുപടി കൊടുത്തു. ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആ പശ്ചാത്തലം മറന്നുപോയി, പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഗോർബച്ചേവിനെക്കുറിച്ചും ചാവുകടൽ വറ്റിപ്പോയതിനെക്കുറിച്ചും ഒക്കെയാണ് വി എസ് അന്ന് മറുപടി കൊടുത്തത് പിണറായിക്ക്. അതായത് അന്ന് ഇതുപോലെ വികലമായ നയങ്ങൾ കൊണ്ട് ചാവുകടലിൽ നിന്ന് പിന്നെ വെള്ളം വറ്റിപ്പോയി, ചാവുകടലിനെ വറ്റിച്ച് കളഞ്ഞ ഗോർബച്ചേവുമാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് വി എസ് അതിന് മറുപടി കൊടുത്തത്. അതൊരു ചെറിയ മറുപടിയല്ല. പിണറായി ഇരുന്നു പോയി. അതിനൊരു തിരിച്ചൊരു ഒരു പ്രയോഗം നടത്താൻ പിണറായിക്ക് സാധിച്ചില്ല. പിണറായിക്കോ പിണറായിയുടെ കൂടെയുള്ളവർക്കോ സാധിച്ചില്ല. USSR എന്ന രാജ്യമില്ലാതെയായിപ്പോയി, ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമില്ലാതെയായിപ്പോയി, ശീതസമരം ഏകപക്ഷീയമായി അവസാനിച്ചു പോയി എന്നൊക്കെയാണ് വി എസ് അതിനകത്ത് ചൂണ്ടിക്കാണിച്ചത്. ഗോർബച്ചേവിൻ്റെ നയം കൊണ്ട് USSR എന്ന രാജ്യമില്ലാതാകുകയും USSR എന്ന രാജ്യത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന കുറേ പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം കമ്മ്യൂണിസം അസ്തമിച്ചു പോയി. റഷ്യ പോലും കമ്മ്യൂണിസത്തെ തിരസ്കരിച്ചു. അങ്ങനെ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കുന്ന ഒരു ഗോർബച്ചേവ് ആകരുത് എന്നാണ് അന്ന് പിണറായിക്ക് വി എസ് കൊടുത്ത മറുപടി. അന്നത്തെ ഒരു ബക്കറ്റിലെ തിരയും പിണറായിയുടെ സ്റ്റേറ്റ്മെൻറ്റും നവകേരള യാത്രയുടെ സമാപനവും ശംഖുമുഖത്തെ ആ സായാഹ്നവും പിന്നെ വി എസിന് അതിനുശേഷമുള്ള വി എസിൻ്റെ മറുപടിയും എല്ലാം ഒരിക്കൽ കൂടി ചർച്ചയാകുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. ഇതിന് സത്യത്തിൽ ആരാണ് വഴിവെച്ചത്? ഇതിന് വഴിവെച്ചത് കുറേ പിണറായി ഭക്തന്മാരാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ദേശാഭിമാനിയിലെ ഒരു പാവപ്പെട്ട ന്യൂസ് എഡിറ്റർ KR അജയനോ അദ്ദേഹത്തിൻ്റെ പിഴവോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട്
ഒരു ഫീച്ചർ വന്നു, അതിന് കൊടുക്കാവുന്നതിൽ നല്ലൊരു പേരാണ് ഇട്ടിരിക്കുന്നത്. അത് റിപ്പോർട്ട് ചെയ്ത ആ ഫീച്ചർ എഴുതിയ ലേഖകന്റെ മിടുക്കാണത്. പ്രശാന്ത് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പ്രശാന്തിന് കയ്യബദ്ധം പറ്റി, അദ്ദേഹം സമ്മതിക്കുന്നത് ശരി, ഇത് ഇങ്ങനെ 2 ലേഖനങ്ങൾ ഒരുമിച്ച് വന്നെങ്കിൽ അത് എഡിറ്ററിന് എൻ്റെ തെറ്റ് തന്നെയാണെന്നുള്ള മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എം സ്വരാജിന്, പ്രസിഡന്റ് എഡിറ്റർക്ക് അദ്ദേഹം മറുപടി കൊടുത്തു, കഴിഞ്ഞ ദിവസം തന്നെ കൊടുത്തു. ഈ KRജൻ എന്ന എഡിറ്റർ. ഞാൻ ചോദിച്ചു, പ്രശാന്ത് ഇതുപോലെ മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, ഒരു ചെറിയ കൈബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു കാക്കുവായി റായി എണ്ണാക്കിയായി മാറിപ്പോയി. പ്രശാന്ത് രാവിലെ വരുമ്പോൾ പ്രശാന്ത് ഇരിക്കുന്ന ആ മുറി അത് പൂട്ടിയിട്ട നിലയിൽ കാണുകയും തുറന്നു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ പ്രശാന്തിന് എന്ത് തോന്നും? ഏറ്റവും വലിയ തെറ്റാണത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ന്യൂസ് എഡിറ്ററാണ്, സാധാരണ റിപ്പോർട്ടറോ സബ് എഡിറ്ററോ ഒന്നുമല്ല. സബ് എഡിറ്റർ സീനിയർ സബ് എഡിറ്ററായി, ചീഫ് സബ് എഡിറ്ററായി, പിന്നെയാണ് ന്യൂസ് എഡിറ്റർ ആകുന്നത്. ഒരു റിപ്പോർട്ടർക്ക് ആകാൻ കഴിയുന്നത് റിപ്പോർട്ടർ, സീനിയർ റിപ്പോർട്ടർ, ചീഫ് റിപ്പോർട്ടർ, പിന്നെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. ന്യൂസ് എഡിറ്ററിന് പിന്നെയും പോകാം മുകളിലേക്ക്, അല്ലെ? അസോസിയേറ്റ് എഡിറ്റർ വരെയൊക്കെ ആകാം. ഈ KRജൻ എന്ന എഡിറ്റർ ഞായറാഴ്ച പത്രം ഇറങ്ങിയില്ല, തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം വരുമ്പോൾ മുറി പൂട്ടിയിരിക്കുന്നു, തുറന്നു കൊടുത്തില്ല. ഓർത്തു നോക്കൂ, മാനേജ്മെന്റിന്റെ ഇദ്ദേഹത്തിന് ഒരു 2-3 മാസം മുമ്പ് ഇദ്ദേഹത്തിന് ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇരിക്കാൻ കസേര ഇല്ലാത്തപ്പോൾ ഏറ്റവും നല്ലൊരു കസേര കൊണ്ടിട്ട് കൊടുത്ത സ്ഥാപനമാണ്. കാരണം അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ ഇദ്ദേഹം അത് ആര് ചെയ്തു? അപ്പോൾ നേരത്തെ പിന്നെ കടുത്ത വിഭാഗീയത, തീർച്ചയായിട്ടും വിഭാഗീയത ആളി കത്തുകയാണ്. അത് പാർട്ടിയിൽ മാത്രമല്ല, അവരുടെ മുഖപത്രത്തിൽ പോലും. അതെ, ദേശാഭിമാനി പത്രത്തിൽ, ആ പത്രസ്ഥാപനത്തിൽ കടുത്ത വിഭാഗീയത. അതായത് ഈ ന്യൂസ് എഡിറ്റർ കുറ്റി പറിച്ച് കളയുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ഈശ്വര വിശ്വാസമില്ലെങ്കിലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അവിടെ ഉണ്ട്. കാരണം രാത്രി വൈകുന്നവരെ ജോലി ചെയ്യുന്ന ന്യൂസ് എഡിറ്റർ, ഇദ്ദേഹം ഒരു അല്ലലും ഉണ്ടാക്കാതെ, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ജോലി ചെയ്ത് പോകുന്നു. എന്നാൽ പിന്നെ ഒരു പണി കൊടുത്തേക്കാം, ഇയാളെ മാറ്റിയാൽ എനിക്കിരിക്കാം. കാരണം അവിടെ 10 വർഷത്തെ പിണറായി സർക്കാർ ഇറങ്ങിയപ്പോൾ പല മന്ത്രിമാരുടെയും ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പല ലാവണങ്ങളിൽ നിന്നുമൊക്കെ ഇറങ്ങിയവരുണ്ട്. 1-2 പേർ മാന്യമായിട്ട് കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ഈ പണിക്കില്ലെന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ കയറാതെ തിരിച്ചുപോയി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അടക്കം, കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി അടക്കം അദ്ദേഹം മാന്യമായിട്ട് വിടുതൽ വാങ്ങിപ്പോയി. പക്ഷേ തിരിച്ചു വന്നവരുണ്ട്. തിരിച്ച് ദേശാഭിമാനിയിൽ നിന്നും മന്ത്രിമാരെ മേയ്ക്കാൻ വിട്ട്, ആ മേയ്ക്കാൻ വിട്ട ഇടയന്മാർ തിരിച്ച് ആ വടിയുമായി തിരിച്ചു വന്നിട്ടുണ്ട്. ഇടയന്മാർക്ക് ഇപ്പം മേയ്ക്കാൻ സ്ഥലമില്ല. ഇടയന്മാർ പഠിച്ച പൊളിറ്റിക്സ് വേറൊന്നാണ്, 10 കൊല്ലം കൊണ്ട് പഠിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് പഠിച്ച പൊളിറ്റിക്സ് വേറെ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതെടുത്ത് ഇവിടെ പ്രയോഗിക്കും. അത് ശരി, അങ്ങനെയുമുണ്ട്. അങ്ങനെയും ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ്. അതിന് ഒരു പാവം ന്യൂസ് എഡിറ്ററെ ഇരയാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി മാന്യമായിട്ട് ചെയ്തു. അതിന് വിഭാഗീയതയ്ക്ക് വെള്ളവും വളവും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ബലിയാടാക്കി, അദ്ദേഹത്തെ ഇരയാക്കി മുന്നോട്ട് പോകുന്നത് അല്പത്തരം. ഇതൊരു വിഷയമേ അല്ലെന്നേ. ഒരു പത്രത്തിൻ്റെ വാരാദ്യത്തിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നു, അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അത് കള്ളൻ വിജയൻ എന്നൊരു ഫീച്ചർ, അത് പാർട്ടിയിലെ ഒരു സമുന്നതനായ നേതാവിനെ കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, പണ്ട് സംഭവിച്ച കാര്യങ്ങൾ ചരിത്രം പറഞ്ഞു. അന്ന് അത് സത്യമല്ലേ? VS പിണറായി പോര് ഇവിടെ കേരളത്തിൽ CPM-നുള്ളിൽ സംഭവിച്ചു എന്നുള്ള കാര്യം സത്യമല്ലേ? അതിനെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാർ അവരെ സമ്മതിച്ചു. അവരെ ഈ എന്താ പറയുക, ഈ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലൊക്കെ മാറ്റി എഴുതേണ്ട കാലമായി. അതെ, പുതിയ പഴഞ്ചൊല്ലുകൾ വരേണ്ട തരത്തിൽ ഇത്തരം ആൾക്കാർ ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ട്. നമ്മുടെ ചുറ്റുപാടും അവർ ജീവിക്കുന്നു. അതും ചില പത്രക്കാരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ വലിയ സങ്കടം തോന്നേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഒരു കള്ളൻ വിജയൻ എന്നൊരു ഫീച്ചർ വെച്ചുകൊണ്ട് ഈ VSന്റെ ഇതിനെക്കുറിച്ച്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അങ്ങനെയാണെങ്കിൽ കടലിരമ്പം
ഈ പിണറായിക്കെതിരായിട്ട് ഉള്ള ഒരു സാധനമാണ് വി എസിനെ കുറിച്ച്, വി എസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത് പിണറായിക്കെതിരായ ഒരു ലേഖനമാണ് എന്ന് നാളെ ഞാൻ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയും? എഡിറ്റർക്ക് പിന്നെ മനസ്സമാനം ഇല്ലാതാകും. താങ്കൾ അതും വച്ചല്ലേ ചോദിക്കും. അങ്ങനെയാണോ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്? അങ്ങനെയാണോ? അല്ല, ഒരു വരിയെ, ഒരു വാക്യത്തെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതൊന്നും ശരിയല്ല. അതിൽ PhD എടുത്ത ടീമുകളാണ്. ആ PhD നിങ്ങളുടെ കൈവശം വെച്ചിരുന്നാൽ മതി. ഇവിടെ സത്യത്തിൽ വി എസ് മുഴങ്ങുന്ന കടലിരമ്പം എന്നതിനൊക്കെ അപ്പുറത്തേക്കൊരു വിശേഷണം കൊടുക്കേണ്ട ആളല്ലേ. വി എസിനോട് ആശയപരമായി ഒക്കെ വിയോജിപ്പുകൾ ആർക്കും ഉണ്ടാകാം. എനിക്കുണ്ടാകാം, താങ്കൾക്കുണ്ടാകാം, മറ്റാർക്കും ഉണ്ടാകാം, ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ഉണ്ടാകാം. പക്ഷെ വി എസ് എന്ന ഒരു ചരിത്ര സത്യത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ പറയണ വി എസ് എന്ന ആ കമ്മ്യൂണിസ്റ്റുകാരനെ, മുഖ്യമന്ത്രിയെ, അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു മനുഷ്യനെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള ചരിത്രമില്ല. അതാണ് വി എസ്. അങ്ങനത്തെ ഒരു കേരള ചരിത്രത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടാൻ കഴിയാത്ത ഒരു ചരിത്ര സത്യമാണ് വി എസ്. വി എസ് മാത്രമല്ല, EK നയനാർ, K കരുണാകരൻ, EMS നമ്പൂതിരിപ്പാട്, അങ്ങനെയുള്ളവരൊന്നും നമുക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. ഉമ്മൻചാണ്ടി, സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പറയാൻ കഴിയുമോ? K കരുണാകരൻ, അതെ, കേരളത്തിൻ്റെ സ്വതന്ത്ര കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം. അദ്ദേഹം പിന്താങ്ങുന്ന ആശയത്തിനോടോ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തോടോ ഒക്കെ നമുക്ക് വിയോജിക്കാം. പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയ ചരിത്രം പറയാൻ കഴിയില്ല. അതുപോലെയല്ലേ വി എസ്. അവിടെ ഇങ്ങനെ ഒരു നിസാര കാരണം പറഞ്ഞ് ഇത്തരത്തിൽ ഇതിനെ വിവാദമാക്കി മാറ്റിയവരുടെ തലച്ചോർ അത് അപാരമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഈ കടലിരമ്പം പറഞ്ഞുകൊണ്ട് എനിക്ക് പഴയ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കഥ പറഞ്ഞ് എനിക്കൊരു വിവാദം ഉണ്ടാക്കാം. അത് ശരിയല്ല. അത് ശരിയല്ല, അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ദേശാഭിമാനിയും പാർട്ടി നേതൃത്വവും ഒരു ഭയവും കൂടാതെ അന്നത് വാരാദ്യപ്പതിപ്പ് അത് തന്നെ പുറത്തു വിടണമായിരുന്നു. ആരോ ഉണ്ടാക്കിയ ഒരു കുത്തിത്തിരിപ്പ്, അതിനിപ്പോൾ സത്യത്തിൽ പിണറായി വിജയൻ പോലും അതിന് വില കൊടുക്കേണ്ടി വന്നു. ഒന്നും അറിയാത്ത അദ്ദേഹത്തെ പോലും പിണറായി വിജയൻ പോലും അതിന് വില കൊടുക്കേണ്ടി വന്നു എന്നുള്ള. അപ്പോൾ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ട്, അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതിനെ അംഗീകരിക്കുക. ഇത് വ്യത്യസ്തമായ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേനി നടിക്കാം, മാധ്യമങ്ങളുടെ മുന്നിൽ അതൊക്കെ പറയാം. പക്ഷെ സത്യത്തെ നിഷേധിക്കാൻ കഴിയും. എന്തായാലും വലിയ ഒരു നാണക്കേടായിപ്പോയി. ദേശാഭിമാനി പോലൊരു പത്രത്തിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ഭയവും കൂടാതെ അതിനെ പ്രസിദ്ധീകരിക്കണമായിരുന്നു, അത് ജനങ്ങളിൽ എത്തിക്കണമായിരുന്നു. എന്താണ്, ആരാണ് അതിനെ വ്യാഖ്യാനിക്കാൻ വരുന്നത്? വി എസിനെയും പിണറായിയെയും തുലനം ചെയ്തുള്ളൂ, ഒരു തെറ്റുമില്ല. പക്ഷേ പാർട്ടി പത്രത്തിൽ വന്ന ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ട് അതിനെ വിവാദമാക്കാൻ വന്നാൽ അതിന് മറുപടി കൊടുക്കാനുള്ള തൻ്റെ ഇടം CPM-നും ദേശാഭിമാനിക്കും ഉണ്ട് എന്ന് തെളിയിക്കാനുള്ളൊരു അവസരമാണ് ദേശാഭിമാനി നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നേ ഞാൻ പറയുള്ളൂ. അത് സ്വരാജിനെ പോലെയുള്ളവർ ഒരുപക്ഷെ ഭയന്നു പോയി കാണാം. അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ നിലപാടുകളുണ്ട്, അവരുടേതായ ഉത്തരങ്ങളുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ചും ഏത് ചോദ്യത്തെക്കുറിച്ചും അങ്ങനൊരു നിലപാടെടുത്ത് അങ്ങനൊരു ഒരു ഉത്തരം കൊടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കണമായിരുന്നു. അല്ലാതെ ഇത് സ്വയം ഒളിച്ചോടുന്നതായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അബദ്ധം ദേശാഭിമാനിക്ക് പറ്റേണ്ടിയിരുന്നില്ല. അതാണ് സത്യം.